പണി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തകർന്നു തുടങ്ങി റോഡ്. പീച്ച് ഡാം പ്രധാന കവാടത്തിൽ നിന്നും ഡാമിൻ്റെ അടിവാരത്തിലേക്ക് പോകുന്ന 1.25 കിലോമീറ്റർ നീളമുള്ള റോഡിൻ്റെ ടാറിടൽ പൂർത്തിയായിട്ട് 7 ദിവസം മാത്രം. 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ റോഡിൻ്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞിളകി തുടങ്ങി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇറിഗേഷൻ വിഭാഗത്തിൻ്റെ അധീനതയിലുള്ള ഈ റോഡിൽ അഴുക്കുചാൽ നിർമ്മിക്കാതെയാണ് റോഡിൻ്റെ നിർമ്മാണം നടത്തിയത്. ശക്തമായി വെള്ളം കുത്തിയൊലിച്ച ചെളിയും കല്ലും മെറ്റൽ കഷ്ണങ്ങളും റോഡിന് കുറുകെ ആയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിരവധി വാഹനങ്ങളാണ് ഇതുമൂലം അപകടത്തിൽപ്പെടുന്നത്. പ്രദേശത്ത് അഴുക്കുചാൽ വേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും നാട്ടുകാർ പലതവണ കരാറുകാരനോട് പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. റോഡ് പൊളിഞ്ഞിളകിയ ഭാഗത്ത് നേർത്ത രീതിയിൽ മാത്രമാണ് ടാറിൻ്റെ അംശം ഉള്ളത്. മണ്ണിനു മുകളിൽ മെറ്റൽ കഷ്ണങ്ങൾ വിരിച്ച് മതിയായ രീതിയിൽ ടാർ വിരിക്കാതെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. KRI ചെറുകിട വൈദ്യുതി നിലയം, വാട്ടർ അതോറിറ്റി ഓഫീസ്, ജലശുദ്ധീകരണശാല മുതലായ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് പോകാനുള്ള ഒരേ ഒരു വഴിയാണിത്. ഇതുകൂടാതെ മയിലാട്ടുംപാറ മേഖലയിലുള്ളവരുടെ പ്രധാന വഴിയും ഇതാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ പദ്ധതി പൂർത്തിയായിട്ടില്ലെന്നും തുക ഇതുവരെ കരാറുകാരന് നൽകിയിട്ടില്ലെന്നും ഇറിഗേഷൻ അധികൃതർ പറഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ പരിശോധിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിലെ ബൈക്ക് വന്നിട്ട് ഇതിവിടെ തല കുത്തി വാങ്ങി ഇത് ഇവിടെ കിടക്കായിരുന്നു. പിന്നെ ഒരു പെണ്ണും അച്ഛനും മോനും കൂടി വന്നിട്ട് അവിടെ വീണു. പിന്നെ ഇതിവിടെ ഒരുത്തൻ പുല്ല് ഇങ്ങോട്ട് കൊണ്ട് വരുമ്പോൾ കുത്തി വന്ന് ഈ കുഴയും മറിഞ്ഞുപോയി. ഇത് അയാൾ പറഞ്ഞിട്ട് അയാളൊന്നും ഉണ്ടല്ലോ. ഇപ്പം അടുത്ത ആഴ്ച ഈ ആഴ്ച ഇപ്പോൾ 3 മാസം ചെയ്തിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല. ഈ റോഡ് പണി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഈ മഴ പെയ്തിട്ട് മനുഷ്യർക്ക് ഒരാൾക്കും പോകാൻ പറ്റുന്നില്ല. കാനയില്ല, കാന കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇതുവരെ ചെയ്തിട്ട് 2 വശത്തും കാന ഉണ്ടെന്ന് പറഞ്ഞത്. ഇതുവരെ കാന എടുത്തിട്ടില്ല. ഇത് ഇപ്പൊ ലാഭം ഇത് മഴ വെള്ളം മെറ്റിലൊക്കെ ഒലിച്ചു പോയി. ഗേറ്റിന്റെ അവിടെ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഡാമിന്റെ അടിവാരത്ത് നിന്ന് സമാപിക്കണം. ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ്, പഞ്ചായത്ത് വകയല്ല, ഡിപ്പാർട്ട്മെന്റ് വകയാണ്. ഇത് ടാർ ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അന്ന് എല്ലാവരും കൂടെ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം തന്നെ പൊടി കൊണ്ട് വീശി അവർ ഫലം വിട്ടു. അറിയില്ല, അതായിട്ട് തീരെ ഇതാ ചുമ്മാ വെറുതെ ഒന്ന് തുളിച്ചു പോയി. ദിവസം വണ്ടിക്കാർ 2 വീലറുകാർ വന്നു കഴിഞ്ഞാൽ അപ്പം അവർ വീഴും. എന്താ കാരണം? കാരണം ഈ മെറ്റൽ മുഴുവൻ സെന്ററിലേക്ക് വരുന്നു. എങ്ങനെ? ഒരു മഴ പെയ്തതിൻ്റെ ഇന്നലത്തെ മഴയുടെ ഈ കാണുന്നത് മുഴുവൻ മഴ പെയ്തപ്പോൾ മേളിൽ നിന്ന് കുത്തിയൊലിച്ച് വന്നിട്ട് ഇത് ഇങ്ങനെ ഈ മെറ്റൽ മുഴുവൻ ഇതെല്ലാം തോർത്തിട്ടിരുന്നതാ കോൺക്രീറ്റ് ചെയ്യാനാന്നും പറഞ്ഞ്. അതിൻ്റെ പുറകുവശം കണ്ടില്ലേ, ഇത് അങ്ങനെ കൂടി കിടന്നിരുന്നതാ. ആ സാധനം ഇങ്ങനെ മൊത്തം അങ്ങനെ പോയി. ഇന്ന് രാവിലെ ഒരു വണ്ടിക്കാരൻ വീണിട്ടുണ്ട്.